കണ്ണൂരോ തൃശ്ശൂരോ കോഴിക്കോടോ തിരുവനന്തപുരമോ ആലപ്പുഴയോ എന്നല്ല, ബ്ലഡി കണ്ണൂർ എന്ന വാക്കൊക്കെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ധാരണയുടെ ഏറ്റവും അപ്പുറത്തേക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ നിലവിട്ട് പെരുമാറിയാൽ ഇദ്ദേഹത്തിൻ്റെ നിലവിട്ടുവെന്നും നിലവിട്ടൊരാളെ ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് ഗുണകരമല്ലെന്നും ബന്ധപ്പെട്ടവരോട് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട്. അത് നിറവേറ്റും. BJP ആശയങ്ങൾക്ക് വേണ്ടി കോഴിക്കോട്ട് പോയി ആരിഫ് മുഹമ്മദ് ഖാൻ വോട്ട് തേടി നോക്കട്ടെ എന്ന മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഹൽവ നൽകിയ കൈകൾ വോട്ട് കുത്തില്ല. അതാണ് കേരളത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും മതനിരപേക്ഷ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായി ഒന്ന് മത്സരിച്ചു നോക്കട്ടെ. ഈ ഹലുവ തന്ന കൈകൾ കൊണ്ട് തന്നെ വോട്ട് ചെയ്ത് ദയനീയമായി പരാജയപ്പെടുത്തും. അതാണ് കോഴിക്കോടിൻ്റെയും കേരളത്തിൻ്റെയും പ്രത്യേകത. ഗവർണർ പറഞ്ഞത് തന്നെ തെറ്റാണെന്ന് മിഠായി തെരുവ് ഇന്നലെ ഗവർണർ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രമസമാധാനം ഭദ്രമായ, സ്നേഹത്തിൻ്റെ പര്യായമായ, എല്ലാ നിലയിലും ഒരു നാടെങ്ങനെയാകണമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് മിഠായി തെരുവും കോഴിക്കോടും കേരളവും എന്നുള്ളതാണ് ഇന്നലെ തെളിയിച്ചത്.